ഗൈസ് വെൽക്കം ടു ജോ വ്ളോഗ്സ്. സോ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. കാരണം വ്ളോഗ് എടുക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ചേച്ചിയുടെ ഫോണിലാണ് ഞാൻ സാധാരണ വ്ളോഗ് എടുക്കുന്നത്. അത് പിന്നെ ഈ 10ാം ക്ലാസ്സിൻ്റെ പഠിക്കാൻ വേണ്ടി ഒത്തിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അല്ലാതെ ഈ +1 +2 ഒക്കെ ആയപ്പോഴത്തേക്ക് അങ്ങ് ക്ലാസ് ഇതൊക്കെ ആയപ്പോഴത്തേക്ക് ഇതിനകത്ത് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ എന്തായാലും തിരിച്ചു വന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അവധിയൊക്കെ അല്ലേ, 2 മാസത്തെ അവധിയുണ്ട്. 2 മാസത്തിന് തകർത്ത് വീഡിയോ ഒക്കെ ഇടാൻ പോകാമെന്ന് ആഗ്രഹിക്കുന്നത്. സാഹചര്യം അനുസരിച്ചിരിക്കും. എന്തായാലും ഇന്നത്തെ വ്ളോഗ് നല്ല രസമാക്കാൻ വേണ്ടി ഒരു പുറത്ത് എവിടെയെങ്കിലും പോയി വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. പുറത്തുനിന്ന് കറങ്ങാൻ പോകാം. മമ്മിയോട് ചോദിച്ചു എവിടെയാണെന്ന് വെച്ചാൽ കറങ്ങാൻ അങ്ങ് പോകാം. പ്ലാൻ ചെയ്തിട്ടില്ല എവിടെ പോകണമെന്ന്. എന്തെങ്കിലും കറങ്ങാനൊക്കെ പോയിട്ട് ഒരു വ്ളോഗൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പൊളിയായിരിക്കാം, ബെസ്റ്റായിരിക്കും. കമോൺ. സോ ഗായ്സ് നമ്മൾ പോകാൻ പോവാണ്. അടിയൊരു കടയുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. മമ്മി സ്കൂട്ടർ എടുത്തിട്ടുണ്ട്. മമ്മിയുടെ കൂടെ എന്തായാലും സ്കൂട്ടർ ഇപ്പോൾ മമ്മി അവിടെ നിൽക്കുമോ, വെയിറ്റ് ചെയ്യുമോ? ലെറ്റ്സ് ഗോ. സോ ഗായ്സ് ഞങ്ങളാണെങ്കിൽ റവന്യൂ ടവറിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. റവന്യൂ ടവറിൻ്റെ താഴെ നഗരസഭയുടെ അടുത്തായിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു കട തുറന്നിരിപ്പുണ്ടായിരുന്നു, ഈ പെറ്റ് വേൾഡ് എന്ന് പറഞ്ഞ്. അവിടെ കയറിയിട്ട് പൂച്ചകൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ടാണ് നമുക്ക് അങ്ങോട്ട് കയറി ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. ഞങ്ങളുടെ പൂച്ചയ്ക്ക് വേണ്ടി കുറച്ച് കളിപ്പാട്ടൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഗായ്സ് നമ്മൾ ആ പെറ്റ് വേൾഡിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്കിളിനോട് ഞങ്ങൾ അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം അനുവാദം ചോദിച്ചിട്ട് വീഡിയോ എടുക്കുന്നില്ല ഏറ്റവും നല്ലത്. നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം എന്തൊക്കെ ഉണ്ട്. കം. സോ ഗായ്സ് നമ്മളെ കടയിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ വെറൈറ്റീസ് ഉണ്ട്. പെറ്റ്സ് എന്ന് വെച്ചാൽ ഡോഗ്സും ക്യാറ്റും മാത്രമല്ല, ഫിഷസിൻ്റെ ഉണ്ട്, ഫുഡൊക്കെ ഉണ്ട്. അവരുടെ മേടിക്കാമെന്ന് വെച്ചോണ്ടിരിക്കുമായിരുന്നു. ഫിഷ് ഫുഡുണ്ട്, പിന്നെ ക്യാരി ബാഗുണ്ട്. ഇവിടെ പൂജ ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ കൊണ്ടുപോകാനുള്ള ഒരു ബാഗാണ്. അതിനകത്ത് ഇരുന്ന് ഒളിപ്പിച്ചതെല്ലാം സോൾഡാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ എന്താണ് എനിക്കറിഞ്ഞതാ. സോ ഗായ്സ് ഞങ്ങൾ പോയിട്ട് വന്നു. സാധനം എല്ലാം മേടിച്ചു. ഒരു ക്യാറ്റ് ഫുഡ് മേടിച്ചു. പിന്നെ ഇവന് ചീകാനുള്ള ചീപ്പ് മേടിച്ചു. കാരണം ഇവന് പൂട ഒത്തിരി ഉണ്ട്. ഇതാണ്ട് ഇവൻ്റെ വാല് കണ്ടോ, സൂക്ഷിച്ച് നോക്ക്. എന്നാ പൂട തന്നുണ്ടോ, കോട്ടയം എന്തൊരു പൂട തന്നുണ്ടോ. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു സാധനം കൂടി തന്നു. സിപ്പപ്പ്. എനിക്ക് വേണ്ടിയല്ല, പൂച്ചയ്ക്ക് വേണ്ടിയായിരുന്നു. നല്ലൊരു ട്രീറ്റായത്, നല്ലൊരു ട്രീറ്റായത്. ക്യാറ്റ്സിലുള്ളത് തന്നെയാണ്. ഇവനൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് കൊതിപ്പിച്ച് വിട്ടേക്കാം. ഇത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഇനി ഇവനെ ഞങ്ങൾ കൊതിപ്പിച്ചിട്ട് ഇത് എടുത്ത് ഒളിപ്പിച്ച് വെക്കും. സോറി, അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. വേണോ വേണോ വേണമെങ്കിൽ ഒന്ന് മിയാവെന്ന് പറ. മിയാവ് മിയാവ് തട്ടിപ്പറിക്കറിയാം അല്ലേ? മിയാവ്. എന്നാ കൊതിയാ. ഈ സൈഡിലുണ്ട്, നക്കിക്കും. ഈ സൈഡിലുണ്ട്.
ഓക്കെ കൊതിയം കടിച്ച് കിഴുത്തയാക്കി ഇതിനകത്ത്. പിന്നെ അങ്കളുടെ കട നിങ്ങൾ കണ്ട പോലെ തന്നെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടായിരുന്നു. അടൂർ നഗരസഭയുടെ അടുത്തായിട്ട് അടൂർ റവന്യൂ ടവർ നഗരസഭയുടെ അടുത്തായിട്ടാണ് ആ കടയുള്ളത്. നല്ലൊരു കട വെച്ചാൽ അവിടെ നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ക്യാറ്റിന് ഫുഡ് ഉണ്ടായിരുന്നു, ഡോഗ്സിൻ്റെ ഫുഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ള കളിപ്പാട്ടങ്ങൾ വരെ ഉണ്ടായിരുന്നു. പൂച്ചകൾക്ക് ഈ ക്യാരി ബാഗ് നിങ്ങളെല്ലാം കണ്ടല്ലോ, ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ടൈപ്പ് പറയുവാണെങ്കിൽ മൊത്തം ഉണ്ടായിരുന്നു. പൂച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. നോർമലി എന്തൊക്കെ വേണോ A to Z എല്ലാം ഉണ്ട്. ആൻഡ് നല്ല എനിക്ക് കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റി. ഞങ്ങൾ നേരത്തെ സാധനം മേടിച്ചിട്ട് നല്ല ക്വാളിറ്റി സാധനമായിരുന്നു. ഒരു ബെൽറ്റൊക്കെ മേടിച്ചായിരുന്നു. വിസിറ്റിംഗ് കാർഡിൻ്റെ ഫോട്ടോ ഇവിടെ താഴെ അല്ലെങ്കിൽ അവസാനം ഇട്ട് തരാം. താഴെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കണം എൻ്റെ വീഡിയോ വരുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി. സോ ഗായ്സ്, ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസ്, നല്ല സൂപ്പർ ഓസം വീഡിയോസ് വരാൻ വേണ്ടി ഡു ലൈക്കാണ് എനിക്കൊരു എനർജി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ. ഓ മകളാ.